ഹലോ, നമസ്കാരം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ പ്ലേസിൽ തന്നെ ഞാൻ ഉള്ളത്. ഇന്ന് സെക്കൻഡ് ഡേ, ഞങ്ങളെ പാക്കേജിൻ്റെ 2ാം ദിവസം, ലാസ്റ്റ് ഡേ. ഇന്ന് പുതിയതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു മിനിറ്റ് വണ്ടി ലോക്ക് ആയിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്നത് എലിഫൻറ്റ് ക്യാമ്പ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഹാരംഗി എലിഫൻറ്റ് ക്യാമ്പ് എടുക്കുന്നത്. ഹാരംഗി എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് ഇന്ന് പോകുന്നത്. വണ്ടി ഗ്ലാസ് ഓട്ടോമാറ്റിക് മോഡിൽ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഓടി വന്നത്. അപ്പോൾ ഇന്നലത്തെ അതേ സ്ഥലത്താണ് ഉള്ളത്. അത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മടിക്കേരി സിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹാരംഗി എലിഫൻറ്റ് ക്യാമ്പിലേക്ക്. വണ്ടി വെച്ചിട്ട് അവിടെ ഒരു 800 മീറ്റർ വാക്കിംഗ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് വണ്ടിയുണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ എലിഫൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പാർക്കിംഗ് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പാർക്കിങ്ങൊക്കെ അത്ര കാണിക്കാം എലിഫൻറ്റൊക്കെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഹാരംഗി ഡാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ടെമ്പിൾ, പിന്നെ നിസർഗധാമ ബാംബു പാർക്ക്, ബർഡ്സ് പാർക്ക്, അത്രയും കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. രാവിലെ നാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് വന്ന് ന്യൂ നീൽ ഡെസ്കസി വണ്ടിയുടെ വെച്ച് ഞാൻ നാശ ആക്കി. ഞാൻ ഒരു പ്ലെയിൻ ദോശ തിന്ന് ഇത് സുണ്ടിക്കൊപ്പത്ത്. നമ്മൾ മടിക്കേരി നിന്ന് വരുമ്പോൾ സുണ്ടിക്കൊപ്പ എത്താണ്ടി മുമ്പ് ഫസ്റ്റ് പമ്പ് കിട്ടുന്നല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ്. കേൾക്കുന്നില്ല, ഇപ്പുറത്ത് ഹാള് അവിടെ മംഗലം നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഹാളിൽ മംഗലം. ഗോൾഡൻ ടെമ്പിൾ വന്ന് ഗൈസ്. ഗോൾഡൻ ടെമ്പിൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞിട്ട് നക്ഷത്ര ഹോട്ടൽ കുശാൽ നഗറിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയില്ല. നക്ഷത്ര ഹോട്ടൽ, ഇത് നമ്മളെ മാമൂലി ഹോട്ടൽ, നക്ഷത്ര ഹോട്ടൽ. അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. കാറ് നോക്കേണ്ടി വരുന്നു, ലോക്കാന്ന്. ഗ്ലാസ് ഓട്ടോമാറ്റിക് മേല് പോകും. അപ്പോൾ കുശാൽ നഗർ മെയിൻ റോഡിൽ. ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകം ഒന്നുമില്ല, നിങ്ങൾക്ക് കാണിച്ച സ്ഥലം തന്നെ. ഞാൻ വന്നിട്ട് 40 മിനിറ്റ് ടൈം കൊടുത്തിന് ഗസ്റ്റിന്. 40 മിനിറ്റിൽ ദുബാര ചുറ്റിട്ട് പേര് പിന്നെ എലിഫൻറ്റ് ക്യാമ്പ് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും ഈ അരമണിക്കൂർ കുറച്ചും ഉറങ്ങിയിട്ടില്ല, റെസ്റ്റ് എടുത്തുകൊണ്ട് അത് ഇരുന്നിട്ട് വീഡിയോ എടുക്കുവാനും മറന്നുപോയി. എന്തില്ല, ഇവിടെ ഫുള്ള് റഷ്. ഇന്ന് വേറെ കാണിക്കാനൊന്നുമില്ല. കാണിച്ച പ്ലേസ് തന്നെ നിസർഗധാമ. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കാനൊന്നുമില്ലതാ. വണ്ടിയെല്ലാം ഫുള്ള്. ഞാൻ ഔട്ട് സൈഡിലുള്ള ഉള്ളിലത്തെ പാർക്കിങ്ങിലല്ല, ഇപ്പുറത്തെ സൈഡ് നമ്മളെ ഗവൺമെൻറ് പാർക്കിംഗ് ഉണ്ടല്ലേ നിസർഗധാമൻ്റെ, അതിലുള്ളത്. ഓക്കെ, പിന്നെ കാണാം. അങ്ങനെ ഗൈസ് എലിഫൻറ്റ് ക്യാമ്പ്, ആനൻ്റെ ഒരു ക്യാമ്പിലേക്ക് എത്തി. ഹാരംഗി ദുബാര എലിഫൻറ്റ് ക്യാമ്പല്ല, ഇത് ഹാരംഗി എലിഫൻറ്റ് ക്യാമ്പ്. അപ്പോൾ ഞാൻ പാർക്കിങ്ങിലുണ്ട്. അതായത് വണ്ടി ഇവിടെ വെച്ചിന്. ഇവിടെല്ലാം ഫുള്ള് ഒരു 6 മണിന്ന് മുന്നേ ഇവിടുന്ന് പാസ്സാകണം പോകണം. ഇല്ലെങ്കിൽ ആനൻ്റെ കാട്ടം ഇവിടെ. ഇതേ ആനക്ക് വേണ്ടിയിട്ട് ഇവിടെ കരണ്ട് കൊടുത്തിട്ടുള്ളത്. നോക്ക്, ഏതാ നിങ്ങൾ കാണുന്നില്ലേന്ന്. ഹേയ്, ಡೋಂಟ್ ಟಚ್. ಎಲೆಕ್ಟ್ರಿಸಿಟಿ ಕರೆಂಟ್ ಇದೆ ಅದರಲ್ಲಿ. ಶಾಕ್ ಕೊಡ್ತಾ? ಹಾಂ, ಚಿಕ್ಕದಾಗಿ, ಅಷ್ಟು ದೊಡ್ಡದು ಏನಾಗಲ್ಲ. ആ ചെക്കന് കറണ്ട് അടിച്ചതാ. അത് ഈ കമ്പി ഇങ്ങനെ ആന അപ്പുറത്തെ സൈഡിൽ നിന്ന് ആന വരുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പി ഇട്ടിട്ടുള്ളത്. അവിടെ ഒരു ചെക്കൻ വന്നിട്ട് അതിനെ ഞാനും തൊട്ട്. ഞാൻ അന്ന് ഒരിക്കൽ വണ്ടി ഇത് നല്ല സരിക എൻ്റെ കൈ ടച്ചാവും. എന്താ ഈ സരികയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കെട്ട് കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ കാണാല. ലൈനിൽ ഈ അപ്പുറത്തെ സൈഡിൽ ഫുൾ ആന വന്നിട്ട് ഇപ്പുറത്തേക്ക് വരുന്നതിന്.
അപ്പോൾ ആനൻ്റെ ഭയങ്കര ശല്യമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ അന്ന് ഒരിക്കൽ വണ്ടി ഇടുന്ന ലീവേഴ്സ് എടുത്തിട്ട് അമ്മൻ ലീവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ഡോറെല്ലാം തൊടുമ്പോൾ എൻ്റെ കൈക്കെല്ലാം ഷോക്ക് അടിച്ചുകൊണ്ടായി. പിന്നെ തുണി പിടിച്ചിട്ട് ഡോർ എടുത്തിട്ട് മെല്ലെ മൂവ് ആക്കിയിട്ട് എടുത്തത് ഞാൻ. അപ്പോൾ ഇത് കറണ്ട് കൊടുത്തിന്. അപ്പോൾ കീൻ്റെ ഉള്ളിലാണ് വണ്ടിയെല്ലാം ഉള്ളത്. ഇപ്പോൾ 6 മണി ലാവെല്ലാം ഫുൾ ആന ഉണ്ടാവും ഇവിടെ. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റി എന്നല്ല, ഇവിടെ ചുറ്റും ആനൻ്റെ ജാഗ തന്നെ, സ്ഥലം തന്നെ ഇതെല്ലാം. ഈ ആറങ്കി ബാക്ക് വാട്ടർ അപ്പുറത്തെല്ലാം എയില വന്നെങ്കിൽ ആന തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നെക്സ്റ്റ് ഇനി എന്തില്ല, നെക്സ്റ്റ് തീർന്ന്. ഇത് നേരത്തെയും വന്നിട്ട് പോയത്, ഇത് അനാവശ്യമായിട്ട് വന്നത് ഞാൻ. പിന്നെ അത്ര ദൂരത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിനല്ലേ കന്നഡക്കാർ, അതിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് ആന കാണിക്കുന്നത്, എല്ലാം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് തന്നെ മടിക്കേരിക്ക്.